ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രേതാനുഭവ കഥകളിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് പ്രസക്തി എന്ന് ചോദിക്കും. ജീവിതത്തിൽ മനുഷ്യരാൽ വഞ്ചിക്കപ്പെടുമ്പോൾ ചില ശരീരമില്ലാത്ത പ്രേതാത്മാക്കൾ നമുക്ക് ശക്തി തരും. ഇതും നിങ്ങളെങ്ങനെ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ രുദ്രസിംഹാസനം എന്ന് പറയുന്നൊരു സിനിമയുടെ സഹനിർമ്മാതാവാകേണ്ടി വന്നു. ഞാൻ കാന്തല്ലൂരിൽ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് പേര് അവിടെ വന്ന് രുദ്രസിംഹാസനം എന്ന് പറയുന്ന നോവല് സിനിമയാക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും ഞാനും അതിനകത്തൊരു ആളായി. അതുകൊണ്ടുണ്ടാകുന്ന മഹാദുരന്തങ്ങൾ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ ആ ഒരു വിവരത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഷൂട്ടിങ്ങൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിലായി. ഷൂട്ടിങ്ങൊക്കെ നിന്നു പോകുന്നൊരവസ്ഥയിൽ വന്നു. അത് ഫിനാൻസ് ചെയ്തിരുന്ന ഒരാൾ യാതൊരു കാരണവുമില്ലാതെ തെറ്റിദ്ധാരണ കൊണ്ട് അതിൻ്റെ സാമ്പത്തികാവസ്ഥ നിർത്തി. ഷൂട്ടിംഗ് നിൽക്കുന്നൊരു സ്റ്റേജിലായി. എൻ്റെ കൂടെ അന്ന് മജിസ്ട്രേറ്റായിരുന്ന ഒരു ശ്യാം സാർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എനിക്ക് ശക്തി, ഞാൻ തകർന്നു പോയി, ഇയാൾ പിന്മാറുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ശക്തി തന്ന, ഇല്ല സ്വാമിയെ ദൈവം രക്ഷിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് എനിക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞു. 2 ദിവസം ഞാൻ മാറിയിട്ട് വരാം. അപ്പോൾ 2 ദിവസത്തേക്കുള്ള പൈസയേ ഉള്ളൂ ഈ ഷൂട്ടിംഗ് നടത്താൻ. അപ്പോൾ ദേവീദത്തൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ട് അതിനകത്ത്. രുദ്രസിംഹാസന സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. ആ ആന ഞാൻ അവിടെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പം അതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയാൽ അതവിടെ നിന്നിട്ടേ പോവുള്ളൂ. എന്നോട് അതെല്ലാവരോടും വളരെ അടുപ്പമാണ്. ഞാനതിന് ധാരാളം ഭക്ഷണവും ശർക്കരയൊക്കെ വാങ്ങിക്കൊടുക്കും. അതുമായിട്ട് അത് നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു ചലനം ഉണ്ടായിരുന്നു. അതിന് ഒരു പ്രത്യേക ഒരു അവസ്ഥയുണ്ട്. മൃഗങ്ങളുമായിട്ടുള്ള ഒരു വ്യത്യാസം ഭയങ്കരമാണ്. ആ സമയത്ത് സ്വാമി ഒരു യാത്ര ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് യാത്ര പോവുകയാണ്. തിരുത്തണി എന്ന് പറയുന്ന മുരുകൻ്റെ പാറപ്പുറത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രം. എൻ്റെ പൂർവ്വജന്മം ഞാനവിടെ ഭിക്ഷക്കാരനായിട്ട് ഇരുന്നിട്ടുണ്ട്. ജന്മത്തിൽ ഭിക്ഷയെടുത്ത് ആ ജ്ഞാനമാണുള്ളൂ. ഈ ജ്ഞാനമില്ല. ഈ 10ാം ക്ലാസ്സിലെ ജ്ഞാനം ഇപ്പോൾ ഈ ജന്മത്തിലേ ഉള്ളൂ. ഇത് ഈ പൂർവികമായ സുബ്രഹ്മണ്യൻ്റെ ജ്ഞാനമാണ്. അതുകൊണ്ട് ഞാൻ കുമാരകോവിലും പോവും. ഈ തിരുത്തണി അമ്പലത്തിൽ 2 പ്രാവശ്യം. അത് നാഡീശാസ്ത്രം എടുത്തപ്പോൾ ഞാനവിടെ ഭിക്ഷ എടുത്ത് മരിച്ച ആളാണ് ഒരു ജന്മത്തിൽ എന്ന് പറഞ്ഞ് ഞാനവിടെ പോയി. ഭയങ്കര വെയിലാണ്. അപ്പോൾ അവിടെ ഉച്ച സമയത്താണ്. നമ്മൾ ആ പാറപ്പുറത്തൂടെ നടക്കാൻ പോലും കഴിയില്ല. പക്ഷേ എൻ്റെ ജീവിതം ആ പൊള്ളലിനേക്കാൾ വളരെ വലുതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് എൻ്റെ മനസ്സിലേറ്റ ആഘാതങ്ങളെക്കാൾ വലുതല്ല ഈ തീപ്പൊള്ളലെന്ന് ഞാൻ വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഏത് ദുർനിമിത്തം നിലനിൽക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനൊരു സിനിമ സുരേഷ് ഗോപി നായകനാക്കി തകർന്നു പോയ സിനിമയാണ്. ഒരാൾ പോലും ഒരു സാന്ത്വനത്തോടു കൂടി എന്നെ തലോടാത്ത, അതിലെ അസോസിയേറ്റ് ഡയറക്ടർ കൃഷ്ണൻ ഒരു സാലിയും മാത്രമാണ് എൻ്റെ കൂടെ അവസാനം ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു ആ സിനിമയുടെ സമയത്ത്. ഞാനിങ്ങനെ വളരെ ദുഃഖിതനായി ഞാൻ ആ തിരുത്തണി അമ്പലത്തിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ധാരാളം ഒരുപാട് കരഞ്ഞു തീർത്തിട്ടുള്ള ആളാണ്. പക്ഷേ ഈ അമ്പലത്തിൽ ഞാനിരുന്ന് കരയുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ചുവരി ചാരിയിരുന്നു. ക്ഷേത്രമൊക്കെ അടച്ചൊരു കുന്നിൻ്റെ മുകളിലാണ്. ചെന്നൈ വിട്ടിട്ടുള്ളൊരു സ്ഥലമാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച സമയം കഴിഞ്ഞ്, മദ്രാസിലെ ചെന്നൈയിലെ വെയിൽ അറിയാമല്ലോ, അപാരമാണ്. ഒരു സ്ത്രീ ഒരു ബാണ്ടക്കെട്ടുമായിട്ട് വന്നിട്ട് എൻ്റെ അടുത്തിങ്ങനെ ഇരുന്നു. എനിക്കിപ്പോഴും ഒരു ഈ വയലറ്റ് കളർ സാരിയാണ് അവരുടെ. ഒരു ബാണ്ടക്കെട്ടുമുണ്ട്, ഭസ്മമുണ്ട്. നമ്മളെ ശ്രദ്ധിക്കുന്നതൊന്നുമില്ല. അവർ വന്നിട്ട് അവരും തണൽ നല്ല വേർത്തിട്ടുണ്ട്. അവരെൻ്റെ അടുത്തിങ്ങനെ വന്നിരുന്നു കുറച്ച് ദൂരെയായിട്ട്. ഞാനാണെങ്കിൽ ഈ തളർന്ന്, അന്ന് ചുവപ്പ് വസ്ത്രമാണ്. ഇത്തരത്തിലുള്ള ഒരു വില കൂടിയ വസ്ത്രമൊന്നും ധരിക്കാനുള്ള സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് സാധാരണ കതർ കൊണ്ടുള്ള ചുവപ്പായിരുന്നു. പക്ഷെ ഞാൻ മുഷിഞ്ഞ് നാറി, എൻ്റെ മനസ്സും ശരീരമൊക്കെ തകർന്ന് മുമ്പിലോട്ടുള്ള ഒരു ജീവിതം എന്തിനാണ് ഈ പരീക്ഷണം എന്ന് ചിന്തിക്കുന്ന കാലമാണ്, സമയമാണ്. ഇവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ്, സാമ്പത്തികമില്ല, ആൾ പിന്മാറി, ഇത് നിന്നു പോവും, എൻ്റെ സിനിമ നിൽക്കും, അനന്തഭദ്രം പോലൊരു സിനിമ ചെയ്തിട്ട് ഈ സിനിമ നിന്നു പോകുമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. എന്തായാലും കുറേ കഴിഞ്ഞിട്ടപ്പോൾ ഇവർ കാലിങ്ങനെ നീട്ടിവെച്ച്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ മുഖം. കവളൊക്കെ തൂങ്ങിയ ഒരു അമ്മയാണ്. കാലൊക്കെ ഇങ്ങനെ നീട്ടിവെച്ച് ഒരു മുറുക്കാനെടുത്ത് ഇങ്ങനെ മുറുക്കി തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, എവിടുന്നാണ് വരണേ? തമിഴില്ല. എനിക്ക് കുറച്ച് തമിഴ് അങ്ങും ഇങ്ങും തൊടാതെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൂരെ നിന്നാണ്. കേരളമാ എന്ന് ചോദിച്ചു. അതെ കേരളമാണെന്ന് പറഞ്ഞു. നീ സ്വാമിയാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആണെന്നും അല്ലെന്നും പറഞ്ഞില്ല.
നീ വലിയ ദുഃഖത്തിലാണല്ലേ എന്ന് ചോദിച്ചു. നീ മുരുകനെ കാണാനാ വന്നത്, അതിവിടെ നിന്ന് കരയാനാണ്. അപ്പോൾ എനിക്ക് ദേഷ്യം. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു, കാരണം ഞാൻ കരയണ അവർ കണ്ടിട്ടില്ല. നീ മുരുകനെ കാണാനാണോ വന്നത്, അതാ നീ കരയാനാണോ വന്നത്? ഈ മല കയറി ഇവിടെ വന്നാൽ കരയരുത്. നീ മല കയറി വരുമ്പം നിന്നെ മല കയറ്റി ഇവിടെ കൊണ്ട് വരുന്നത് ഈ മുരുകനാണ്. പിന്നെ അവർ ഒരുപാട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. നിനക്കൊരു കുഴപ്പമില്ല കേട്ടോ, നീ നല്ല ഭക്തിയുള്ള ഒരാളാണ്, നീ കരയരുത്, നീ കരഞ്ഞ് തീർന്ന്, നീ ഇനി കരയരുത്, ഇനി തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനൊരു ദിവ്യമായിട്ടുള്ള ഒരു പരിവേഷമൊന്നും അവരിൽ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർ ഇതുപോലെ ഒരു ഭിക്ഷ വന്ന് ഇങ്ങനെ ഫലം പറയുന്നവരാണല്ലോ എന്ന് വിചാരിച്ചു. ഒരു വാസന പാക്ക്, അവർ മുറുക്കുന്ന പാക്കിൻ്റെ വാസന ഞാനിപ്പോഴും അനുഭവിക്കുന്നുണ്ട്. 2015-14 കാലഘട്ടമാണ്. അപ്പോൾ വെള്ളം ദാഹിച്ചു എനിക്ക്. അപ്പോൾ അവിടുന്ന് വീണ്ടും നടന്ന് കുറേ ദൂരം പോയാലേ ഈ വെള്ളമൊക്കെ കിട്ടത്തുള്ളൂ, ഭയങ്കര വിലയുമാണ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകുമ്പം എഴുന്നേറ്റു. അപ്പോൾ അവരെന്നെ ഇങ്ങനെ നോക്കിയിട്ട്, നിങ്ങൾക്ക് തണ്ണി വേണമാ എന്ന് പറഞ്ഞിട്ട് പഴയ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബിസ്ലേരി വാട്ടറിൻ്റെ പഴയ ഒരു കുപ്പിയിൽ ഒരു പകുതി വെള്ളമുണ്ട്, നീ ഇത് കുടി എന്ന് പറഞ്ഞ് തന്നു. നീ ഭയങ്കരമാണ് വെയിൽ, നീ അങ്ങ് പോകുന്ന വേണ്ട, എങ്കിൽ വെയിൽ പോയതിന് ശേഷം നിനക്ക് കുടിക്കാമെന്ന്. ആ ദാഹജലം എന്ന് പറയുന്നത് അത് നല്ല വെള്ളമാണോ ഒന്നും അറിയത്തില്ല. അമ്മ ആ വെള്ളം എനിക്ക് തരുമ്പം അവരുടെ നഖങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്രയോ കാലമായി വെട്ടാത്ത നഖവും അഴുക്ക് പിടിച്ച നഖവും ഒക്കെ ഉണ്ട്. അവിടെ നമുക്കതിനൊന്നും പ്രസക്തിയില്ല. ഞാൻ ആ വെള്ളം മേടിച്ച് കുടിച്ചിട്ട് അവരുടെ കൂടെ തന്നെ കുറേ നേരം ഇരുന്നു. കുറേ കഴിഞ്ഞ് ഒന്നും പറയാം, അതൊരു വടിയുണ്ടായിരുന്നു അവരുടെ കയ്യിൽ. കുറേ കഴിഞ്ഞ് അവർ എഴുന്നേറ്റ് പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നിട്ട് നോക്കി, ഇവർ എത്ര ദൂരമാണ് പോകുന്നത്, ഇവർ അത്ഭുതമുള്ള സ്ത്രീയാണോ, ഞാൻ കരയുന്നത് ഇവർ കണ്ടിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, നീ കരഞ്ഞെല്ലാം കഴിഞ്ഞു, ഇനി നിനക്ക് കരച്ചിലൊന്നുമില്ല, നിനക്ക് കണ്ണീരൊന്നുമില്ല, ദൈവം മുരുകനുണ്ടല്ലോ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. ആ ഒരു വാക്ക് എന്നെ ഭയങ്കരമായ എൻ്റെ മനസ്സിൽ അതിങ്ങനെ കിടന്നു. നീ പോ, അത് പറഞ്ഞു. നീ എങ്ക ബിസിനസ്സാ എല്ലാം പോയാ നിൻ്റെ ബിസിനസ്സൊക്കെ പോയാ, നീ എവിടെ നിന്ന് വന്നു, നീ അവിടോട്ട് പൊക്കോളാൻ പറഞ്ഞു. നീ വേറെ ഒരിടത്തും പോണ്ട, നീ ഇവിടെ വന്നില്ലേ, ഇനി നീ എവിടെ വന്നോ അവിടേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു പാർട്ട്ണർ, അതാണ് വർക്കലയുള്ള നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം നമ്മുടെ ബാക്കി പണം തന്നു, ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് പിന്നെ ഒരുപാട് ദോഷങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ ആ സിനിമ പൂർത്തീകരിച്ച് വെളിയിലിറക്കാൻ പറ്റി. അങ്ങനൊരു വാക്ക് അവിടെ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടി. എനിക്കൊരിക്കലും അവരെ മറക്കാൻ പറ്റില്ല. അത് ദൈവമോ സാന്നിധ്യമാണോ, അതോ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് വന്ന വല്ല അദൃശ്യ സാമീപ്യ ശക്തിയാണോ എന്നതിനെക്കുറിച്ചൊന്നും അറിയില്ല. രണ്ടാമതൊരിക്കൽ കൂടി എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. പകരം ഞാനിവിടെ മുരുകൻ്റെ അമ്പലത്തിൽ പോകും, ഇവിടെ കുമാരകോവിലിൽ പോകും. ഈ കുമാരകോവിലിൽ ഇപ്പോൾ ഞാനും ടീച്ചറോട്ട് പോകുമ്പോഴൊക്കെ ഞാൻ ആ കോവിലിനകത്തേക്ക് കയറുമ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. കഴിഞ്ഞ തവണ പോയപ്പോൾ ഞാൻ ടീച്ചറോട് അകത്ത് പോയി അമ്പലത്തിലെല്ലാം പ്രാർത്ഥിച്ച് ടീച്ചർ ഇറങ്ങി വരാനുള്ള സമയത്ത് ഞാൻ ഒരിടത്ത് പോയി ഇരുന്നിട്ട് തിരിച്ച് കാറിനകത്ത് കയറാൻ നേരത്ത് ടീച്ചർ ചോദിച്ചു, പേഴ്സ് എവിടെ സ്വാമി എന്ന്. അപ്പോൾ പേഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ പേഴ്സിനകത്ത് എല്ലാം പേഴ്സിനകത്താണ്. അപ്പോൾ ഞാൻ ടീച്ചർ ഓടി അമ്പലത്തിനകത്ത് എല്ലാവരോടും ചോദിച്ചു, പേഴ്സ് കണ്ടോ, ഈ കുമാരകോവിലിൽ പേഴ്സ് കണ്ടോ എന്ന് ചോദിച്ചൊരു പേഴ്സ് കിട്ടിയോ എന്ന് ചോദിച്ചു. കാരണം ആ പേഴ്സ് പോയാൽ വിലപ്പെട്ട ഒരുപാട് സാധനങ്ങൾ, അതിനകത്ത് രേഖകൾ ഒരുപാടുണ്ട്, ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ഈ അമ്മയുടെ മുഖം എനിക്ക് ഓർമ്മ വന്നു. അവിടെ കണ്ടില്ലേ, നമ്മളെ വിശ്വസിക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ പോയപ്പോൾ ഞാൻ എവിടെയാണോ ഇരുന്ന സ്ഥലം അവിടെ ഈ പേഴ്സ് ഇരിപ്പുണ്ടായി. അപ്പോൾ ഇത് പ്രേതബാധയാണോ എന്ന് ചോദിച്ചാൽ അറിയാമോ, ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടുണ്ടായതാണോ എന്നുള്ളത് അറിയാമോ? ഞാനീ പറഞ്ഞു വന്നത്, നമ്മൾ നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിത്താണ് പോകുമ്പോൾ അദൃശ്യമായിട്ടുള്ളൊരു ശക്തി നമ്മുടെ കർമ്മത്തിന് ശുദ്ധി ഉണ്ടെങ്കിൽ വരും. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ആർക്കും ചെയ്യത്തില്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുമില്ല, അറിഞ്ഞുകൊണ്ട് ഒരാൾക്കും ചെയ്തിട്ടില്ല, ഒരു ദ്രോഹം ചെയ്യില്ല. നിങ്ങളും അങ്ങനെ ചെയ്യരുത്. ഈശ്വരൻ എല്ലാം കാണും, എല്ലാം ഈശ്വരൻ കാണും. നമുക്കൊരാളെ വഞ്ചിക്കാം, പറ്റിക്കാം, ചതിക്കാം, തിരിച്ചും ഇതൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും സത്കർമ്മങ്ങളുടെ മാർഗത്തിലൂടെ ഈശ്വരീയമായ ജ്ഞാനത്തിലൂടെ നമ്മൾ മുറുകെ പിടിച്ച് നിന്നാൽ ഈശ്വരീയമായ ഒരു ശക്തി നമ്മളെ നിലനിർത്തി ഒരു തണൽ പോലെ കൊണ്ടുവന്ന് നമുക്കൊരു ഉപദേശം തരും.
ആ വയലറ്റ് സാരി ഉടുത്ത പഴയ മുഷിഞ്ഞ വസ്ത്രമുള്ള വടികുത്തി നടക്കുന്ന ആ അമ്മ, നീ എവിടെയാണ് വന്നത്, അവിടേക്ക് നീ നിനക്ക് പോ, നീ കരയണ്ട, നീ കരഞ്ഞ കാലം കഴിഞ്ഞു എന്ന് പറയുന്ന ദൈവികമായ ശക്തിയായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഇത്തരത്തിലുള്ള ചില അനുഗ്രഹങ്ങൾ, ചില പ്രതിബിംബങ്ങൾ ഈശ്വരൻ്റെ നമ്മുടെ അടുത്തെത്തും. അത് മനുഷ്യരായിക്കോട്ടെ, മറ്റൊരു ശക്തി ആയിക്കോട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ ദുഃഖദുരിതങ്ങൾ വരുമ്പോൾ അങ്ങനൊരു ശക്തി നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു. ഇനി ഇത്തരത്തിലുള്ള അനുഭവകഥ ഒരുപാടുണ്ട്. അനുഭവകഥകളുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.